ഹലോ, നമ്മൾ ജെങ്കിൻസിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കില്ല. അതായത് നമുക്കൊന്നും കൂടി നമ്മളുടെ ഇവിടെ നമ്മൾ എഴുതിയ കോണ്ടന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു CI/CD നമ്മൾ കവർ ചെയ്തതാണ്. ജെങ്കിൻസ് എന്താണെന്നുള്ളൊരു ടോപ്പിക്ക് നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്തു. ജെങ്കിൻസിൻ്റെ ഇൻസ്റ്റാളേഷൻ ഡാഷ്ബോർഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതുപോലെ പ്ലഗിൻസ്, നമ്മളൊരു പ്ലഗിൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. സ്റ്റേജ് വി എന്ന് പറയുന്ന പ്ലഗിനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെയാണ് നമ്മളുടെ ജെങ്കിൻസിൻ്റെ അകത്തുള്ള അവൈലബിൾ പ്ലഗിൻസ് ഏതൊക്കെയാണ്, അല്ലാണ്ട് ഇൻസ്റ്റാൾഡ് പ്ലഗിൻസ്, നമുക്ക് എങ്ങനെ അപ്ഡേറ്റുകളൊക്കെ പ്ലഗിൻ്റെ വരുന്നത് ഏത് ഏരിയയിലാണ്, ഇതെല്ലാം നമ്മൾ ജസ്റ്റ് നോക്കിയായിരുന്നു. നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തായിരുന്നു? ഒരു ഫ്രീ സ്റ്റൈൽ ജോബ്, അല്ലാണ്ട് ഒരു ഫ്രീ സ്റ്റൈൽ പ്രൊജക്റ്റ് നമ്മൾ ജെങ്കിൻസ് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ പൈപ്പ് ലൈൻ ക്രിയേഷൻ നമ്മളിപ്പോൾ ലാസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് എന്തായിരുന്നു? നമ്മുടെ അപ്ലിക്കേഷന് വേണ്ട ഒരു പൈപ്പ് ലൈൻ. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കോഡ് ബേസ് നമ്മൾ ക്ലോൺ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്, അതിൻ്റെ ബിൽഡ് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ എന്ത് ചെയ്തു? പ്രോപ്പറായിട്ട് ഡിപ്ലോയ് ചെയ്തു അല്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ ആ ഒരു ഇമേജ് ഒരു ഡോക്കർ ഹബ്, ഒരു രജിസ്ട്രിയിൽ നമ്മൾ കൊണ്ടുപോയിട്ട് അപ്ലോഡ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ ഒരു പൈപ്പ് ലൈൻ വഴി നമ്മൾ അച്ചീവ് ചെയ്തു. അപ്പോൾ പൈപ്പ് ലൈൻ നമ്മൾ എന്ത് ചെയ്തു? ഏകദേശം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കിയതാണ്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തായിരുന്നു? ഒരു ജെങ്കിൻസ് ഏജൻറ്റ് ക്രിയേറ്റ് ചെയ്തായിരുന്നു അല്ലേ. പുതിയൊരു ഏജൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ പൈപ്പ് ലൈനൊക്കെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത് നമ്മുടെ ഏജൻറ്റിൽ തന്നെ. സെയിം ടൈം നമ്മൾ എന്ത് ചെയ്തു? ക്രെഡൻഷ്യൽ മാനേജ്മെൻറ്റ്, നമ്മളുടെ മാനേജ് ജെങ്കിൻസിൽ പോയി കഴിഞ്ഞിട്ട് നമ്മളുടെ ക്രെഡൻഷ്യൽ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് ആഡ് ചെയ്യുന്നതും മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് യൂസർ മാനേജ്മെൻ്റ് ആണ്. എങ്ങനെ നമുക്ക് യൂസേഴ്സിനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? ജെങ്കിൻസിൽ നോക്കണം. സെയിം ടൈം നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ വേറെയും കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യണം. ഓക്കെ, നമുക്ക് വെബ് ഹൂക്ക്, വെബ് ഹൂക്ക് നോക്കണം. അതുപോലെ റെസ്റ്റ് API, ജെങ്കിൻസിൻ്റെ റെസ്റ്റ് API യൂസ് ചെയ്തുള്ള കുറച്ച് ആക്ടിവിറ്റീസ്, അത് രണ്ടും കൂടി ഞാൻ ഇവിടെ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ നമ്മളുടെ ജെങ്കിൻസിലോട്ട് ലോഗിൻ ആവുന്നുണ്ട്. യൂസർ നെയിം കൊടുത്ത് പാസ്വേഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് പൈപ്പ് ലൈൻ ഉണ്ട്, പ്രൊജക്റ്റ് CI/CD ഇവിടെ ഇരിക്കുന്നുണ്ട്. ടെസ്റ്റ് ജോബ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ എന്തുണ്ട് ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്തിരുന്നത് നമ്മുടെ പ്രൊജക്റ്റ് CI/CD ആയിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബിൽഡ് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് അല്ലേ. ലാസ്റ്റ് നമ്മൾ സക്സസ് ആയി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഡോക്കർ പ്രോപ്പറായിട്ട് റൺ ചെയ്തായിരുന്നു. ആ ഒരു കണ്ടെയ്നർ ക്രിയേഷൻ നടന്നതിൻ്റെ ഒരു ID കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ആ ലോഗ്സിൽ. ഓക്കെ, നമുക്കിനി നോക്കാനുള്ളത് ഇത് നമുക്ക് എങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ബിൽഡ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? മാനുവലായിട്ടും ബിൽഡ് എടുക്കുന്നത് അല്ലേ. ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ടെസ്റ്റ് ജോബ് ഫസ്റ്റ് പൈപ്പ് ലൈൻ. ഓക്കെ, ടെസ്റ്റ് ജോബ് ആയാലും നമ്മുടെ ഏതായാലും എന്ത് ചെയ്യണം? നമ്മളിവിടെ ബിൽഡ് നൗവിൽ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യണം അല്ലേ. അതായത് ഇപ്പോഴും എന്താണ്? മാനുവലി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിൽഡ് എടുക്കുന്നത്. നമ്മൾ എൻ്റയർ പൈപ്പ് ലൈന് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എൻ്റയർ ജോബ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ബിൽഡ് എടുക്കാൻ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുന്നത് കണ്ടോ, ഇവിടെ പുതിയ ബിൽഡ് ക്രിയേറ്റ് ആവുന്നു കണ്ടോ. 6th ബിൽഡ് ഇവിടെ ക്രിയേറ്റ് ആയി. ഇനി എനിക്ക് ബിൽഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത്? ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത് പുതിയ ബിൽഡ് ക്രിയേറ്റ് ആവുന്നല്ലേ. പക്ഷെ നമുക്കിത് എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കണം. ഇപ്പോൾ നമ്മളുടെ ഏജൻറ്റ് സെർവറിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഏജൻറ്റിലോട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മാസ്റ്റർ സെർവർ ഇവിടെ ഞാൻ VS കോഡിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ഇത് നമ്മുടെ ഏജൻറ്റ് സെർവർ അല്ലേ. അപ്പോൾ ഏജൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? ഡോക്കർ PS നമ്മളുടെ കണ്ടെയ്നർ സ്റ്റിൽ റണ്ണിങ് ആണ് അല്ലേ. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഈ കണ്ടെയ്നർ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വിടുന്നുണ്ട്. കണ്ടെയ്നറിൻ്റെ ID ജസ്റ്റ് കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാം? ഡോക്കർ RM ഞാനത് റിമൂവും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്ന് സൂം ചെയ്യാം. ഡോക്കർ PS വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ കണ്ടെയ്നർ ഒന്നും എന്തല്ല റണ്ണിങ് അല്ല. പക്ഷേ ഇനി ഞാൻ നമ്മളുടെ പൈപ്പ് ലൈനിൽ വന്നു കഴിഞ്ഞ് നമ്മളുടെ പ്രൊജക്റ്റ് എവിടെ? നമ്മളുടെ പ്രൊജക്റ്റ് CI/CD ഇവിടെ ഞാൻ ബിൽഡ് വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? നമ്മുടെ ഇമേജ് ക്രിയേറ്റ് ആവും അല്ലേ. ആ ഇമേജ് എന്ത് ചെയ്യും? ഡിപ്ലോയ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ വീണ്ടും അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഇതെന്ത് ചെയ്യണം? എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കണം. അപ്പോൾ നമ്മളുടെ GitHub റെപ്പോ. ഓക്കെ, അപ്പോൾ എന്ത് വിചാരിക്കുക? നമ്മുടെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പുതിയ ഫീച്ചർ എന്ത് ചെയ്യണം? നമ്മുടെ അപ്ലിക്കേഷനിലോട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. നമ്മളുടെ റെപ്പോസിറ്ററിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ജാങ്കോ ട്രാവൽ ആപ്പ്. ഓക്കെ, ജാങ്കോ ട്രാവൽ ആപ്പ് ആയിരുന്നു
അപ്പോൾ ഇതിലോട്ട് എനിക്ക് എന്ത് ചെയ്യണം, പുതിയ ചേഞ്ചസ് കൊണ്ടുവരണം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ക്ലോൺ ചെയ്യുന്നുണ്ട്. കോൺഫിഗറിൽ വന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ SCMൽ നമ്മളുടെ ഓക്കെ ഗിറ്റ് പ്രൊജക്റ്റിൻ്റെ അവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ആ ഒരു ലിങ്കൊക്കെ ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, താഴെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൈപ്പ് ലൈൻ ഇവിടെ ഉണ്ട് കണ്ടോ, ലാബിൽ നമ്മുടെ ഏജൻറ്റ് നോഡിൽ നമ്മുടെ പൈപ്പ് ലൈൻ എക്സിക്യൂട്ട് ആവണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്, കോഡ് ക്ലോൺ ചെയ്യണം, അതുപോലെ അതിൻ്റെ ബിൽഡ് എടുക്കണം, പുഷ് ചെയ്യണം, ഓക്കെ ഡിപ്ലോയ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കുറച്ച് ഡിഫറൻസസ് കൊണ്ടുവരാം. ഡിഫറൻസ് മീൻ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ബിൽഡ് സംഭവിക്കണം. ഓക്കെ, അപ്പോൾ അതായത് നമ്മളുടെ ഈ ഒരു റെപ്പോസിറ്ററിയിൽ നമ്മുടെ ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ലോക്കൽ മെഷീനിൽ അല്ലെങ്കിൽ അവരുടെ ലോക്കൽ ലാപ്ടോപ്പിൽ അവർ പുതിയൊരു കോഡ് എഴുതുകയാണ്. നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ട എന്തെങ്കിലും ഒരു പുതിയൊരു ഫീച്ചറോ അല്ലാന്നുണ്ടെങ്കിൽ എന്തോ ആവട്ടെ, പുതിയൊരു ചേഞ്ച് അവരെന്ത് ചെയ്തോ അവരുടെ ലോക്കൽ മെഷീനിലൊക്കെ അവർ എല്ലാം സെറ്റാക്കി കോഡ് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലാണ്ട് കോഡ് എഴുതിയിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൺസ് അവരെന്ത് ചെയ്യും, അതെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ റെപ്പോസിറ്ററിയിലോട്ട് ആ ചേഞ്ചസ് വരുത്തി, അല്ലാണ്ട് പുതിയ ഫീച്ചറിന് വേണ്ടി എഴുതിയ കോഡ് അവരെന്ത് ചെയ്യും, പുഷ് ചെയ്യും അല്ലേ. പുഷ് ചെയ്യുന്ന ടൈമിൽ നമ്മളെ ജെങ്കിൻസ് എന്ത് ചെയ്യണം, പുതിയ കോഡ് വന്നിട്ടുണ്ട്, അല്ലാണ്ട് നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ടി പുതിയ ചേഞ്ചസ് അവിടെ വന്നിട്ടുണ്ടെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു പൈപ്പ് ലൈൻ എക്സിക്യൂട്ട് ആവണം. അതായത് ആ ഒരു പുതിയ കോഡും കൂടെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, പുതിയൊരു ഇമേജ് ബിൽഡ് ചെയ്യണം, ആ ഇമേജ് പുഷ് ചെയ്യണം. ഓക്കെ, ഫൈനലി എന്ത് ചെയ്യണം, അത് ഡിപ്ലോയ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ CI/CD നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷന് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആമസോണോ ഫ്ലിപ്കാർട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ മേ ബി ഓരോ ദിവസവും ആമസോണിൽ പുതിയ ബാനറുകളായിരിക്കും വരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ എന്തെങ്കിലും ഫീച്ചർ ഏത് ആപ്ലിക്കേഷൻ ആവട്ടെ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതുപോലെ ഡെവലപ്പേഴ്സ് കോഡ് എഴുതും. ഞാനൊരു എക്സാമ്പിളിന് പറഞ്ഞു തരാണ്. ഡെവലപ്പേഴ്സ് കോഡ് എഴുതും, അവരത് പുഷ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അവരുടെ പൈപ്പ് ലൈൻ എന്താവും, ട്രിഗർ ആവും. ആ എഴുതിയ പുതിയ ചേഞ്ചസ് എന്ത് ചെയ്യും, നമുക്ക് യാതൊരു ഡൗൺ ടൈമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് എത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലെ ഒരു ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ നമ്മുടെ റെപ്പോസിറ്ററിൽ തന്നെ ചേഞ്ചസ് വരുത്തുകയാണ്. ലോക്കൽ മെഷീനിൽ വന്നിട്ട് ഞാൻ പുഷ് ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇത് വെബ് ഹൂക്ക് വഴി കണക്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. നമ്മുടെ ഇവിടെ കോൺഫിഗറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, ഗിറ്റ് SCM പോളിംഗ് ഉണ്ട് കണ്ടോ, ഗിറ്റ് SCM പോളിംഗ്, അതുപോലെ പോൾ SCM ഉണ്ട്. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഗിറ്റ് SCM പോളിംഗ് ഞാൻ എനേബിൾ ചെയ്യുന്നുണ്ട്. ഗിറ്റ് SCM പോളിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നമ്മുടെ റെപ്പോസിറ്ററിയിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത റെപ്പോസിറ്ററിയിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അത് ജെങ്കിൻസ് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ജസ്റ്റ് ആ ഒരു ചേഞ്ചസ് മനസ്സിലാക്കും, ഐഡൻറ്റിഫൈ ചെയ്യും, നമ്മളുടെ പൈപ്പ് ലൈൻ ട്രിഗർ ചെയ്യാൻ തുടങ്ങും. ബട്ട് പോൾ SCM എന്തായിരുന്നു, ഗിറ്റ് ഹബ് ഇടയ്ക്കിടെ നമ്മളുടെ റെപ്പോസിറ്ററി എന്ത് ചെയ്യും, ഒരു പീരിയഡ് ഓഫ് ടൈമിൽ ജസ്റ്റ് പുള്ളിക്കാരൻ വന്നിട്ട് അവിടെ എന്തെങ്കിലും ചേഞ്ചസ് വന്നിക്കണോ എന്ന് ഇങ്ങോട്ട് വന്ന് ചെക്ക് ചെയ്യുന്ന, രണ്ടും എന്താണ് ഒരു ഡിഫറെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ ഞാനിവിടെ ഗിറ്റ് SCM പോളിംഗ് എനേബിൾ ചെയ്യുന്നുണ്ട്. കോൺഫിഗറേഷൻ ഞാൻ ജസ്റ്റ് സേവ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് വരേണ്ടത് നമ്മളുടെ ഗിറ്റ് ഹബിൽ, ഓക്കെ ഇതാണ് നമ്മുടെ ജാങ്കോ ട്രാവൽ ആപ്പ് എന്ന് പറയുന്ന റെപ്പോസിറ്ററി. ഇതിൻ്റെ സെറ്റിങ്സ് ഇവിടെ കാണുന്ന സെറ്റിങ്സ് അല്ലാതെ നമ്മളുടെ ഗിറ്റ് ഹബിൻ്റെ ഇവിടെ ഉള്ള സെറ്റിങ്സ് അല്ല, നമ്മളുടെ റെപ്പോസിറ്ററിയുടെ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ എന്ത് കാണും, വെബ് ഹൂക്സ് എന്നുള്ള ഒരു ഓപ്ഷൻ, ഒരു ഫീച്ചർ കാണും. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്താണ്, പുതിയൊരു ആഡ് വെബ് ഹൂക്ക് ഇവിടെ കണ്ടോ, ആഡ് വെബ് ഹൂക്ക് ഞാൻ എനേബിൾ ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യണം, പാസ്വേഡ് കൊടുക്കണം. ഓക്കെ, ഞാൻ പാസ്വേഡ് കൊടുത്തു. പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പേലോഡ് URL ഉണ്ടായിരിക്കും. ഈ പേലോഡ് URLൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജെങ്കിൻസിൻ്റെ URL, ഓക്കെ ഈ 8080 വരെ വരുന്ന നമ്മുടെ ജെങ്കിൻസിൻ്റെ URL ഞാൻ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ ഞാൻ എന്തും കൂടി എക്സ്ട്രാ കൊടുക്കണം, ഗിറ്റ് ഹബ് വെബ് ഹൂക്ക്. ഓക്കെ, ഗിറ്റ് ഹബ് വെബ് ഹൂക്ക് ഒരു സ്ലാഷ്. ഓക്കെ, ഈ രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ജെങ്കിൻസിൻ്റെ URL ജസ്റ്റ് കോപ്പി ചെയ്തു, ഗിറ്റ് ഹബിൽ പേലോഡ് URLൻ്റെ അവിടെ കൊടുത്തു. ബട്ട് അതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു, ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഗിറ്റ് ഹബ് വെബ് ഹൂക്ക് എന്നുള്ള രീതിയിൽ ഇതും കൂടെ ഞാൻ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. നമുക്ക് ഇതിപ്പോൾ ഇവിടെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഊപ്സ് നമുക്ക് കണക്ഷനൊന്നും നമ്മൾ പ്രോപ്പർ ആക്കിയിട്ടില്ല. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, അത്രയും കൊടുത്തു. നെക്സ്റ്റ് കോണ്ടന്റ് ടൈപ്പ് അപ്ലിക്കേഷൻ ഫോറം URL എൻകോഡഡ്. ഓക്കെ, അത് മതി. ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ എനേബിൾ SSL വെരിഫിക്കേഷൻ. നമ്മൾക്കിപ്പോൾ SSL ഒന്നുമില്ല, HTTPയിലാണ് നമ്മുടെ ജെങ്കിൻസ് റൺ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡിസേബിൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഡിസേബിൾ എന്താണ്, റെക്കമെൻഡ് ആയിട്ടുള്ളതല്ല, പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഫോഴ്സ്ഫുള്ളി കൊടുക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കാണാം
വിച്ച് ഈവൻറ്റ് വുഡ് യു ലൈക്ക് ടു ട്രിഗർ ദിസ് വെബ് ഹുക്ക്. അതായത് നമ്മുടെ ഈ റെപ്പോസിറ്ററിയിൽ എന്ത് ഇവൻറ്റ് സംഭവിച്ചാലാണ് നമ്മുടെ ജെങ്കിൻസിലെ പൈപ്പ് ലൈന് ട്രിഗർ ആവേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഇവൻറ്റ്, നമ്മളുടെ ടീമിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടോ, ജസ്റ്റ് ദ പുഷ് ഇവൻറ്റ്. ഞാനിപ്പോൾ ഇവിടെ ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മുടെ റെപ്പോസിറ്ററിയിലോട്ട് പുഷ് ആരെങ്കിലും ചെയ്താൽ മാത്രമേ നമ്മളുടെ ജെങ്കിൻസിലെ പൈപ്പ് ലൈൻ ട്രിഗർ ആവത്തുള്ളൂ. ഓക്കെ, പുൾ റിക്വസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ പുൾ കമാൻഡൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാലൊന്നും ട്രിഗർ ആവത്തില്ല. ഓൺലി പുഷ്, ആരെങ്കിലും പുതിയൊരു സോഴ്സ് കോഡോ അല്ലാണ്ട് പുതിയൊരു ചേഞ്ചസ് നമ്മുടെ റെപ്പോസിറ്ററിലോട്ട് പുഷ് ചെയ്താൽ മാത്രമേ നമ്മളുടെ പൈപ്പ് ലൈൻ ട്രിഗർ ആവത്തുള്ളൂ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, സെൻഡ് മീ എവറിത്തിങ്, എന്ത് സംഭവിച്ചാലും സംഭവിക്കണം എന്നുള്ള ട്രിഗർ ആവണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ് മീ സെലക്ട് ഇൻഡിവിജ്വൽ ഇവൻറ്റ് ഇവിടെ ഞാൻ എനേബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇവൻറ്റുകൾ കാണാം. ഓക്കെ, അതായത് ബ്രാഞ്ച് ഓർ ടാഗ് ക്രിയേഷൻ, അതായത് ആരെങ്കിലും ഒരു ടാഗ് നമ്മളുടെ ബ്രാഞ്ചോ അല്ലാണ്ടെങ്കിൽ ഒരു ടാഗ് ക്രിയേഷനൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പൈപ്പ് ലൈൻ ട്രിഗർ ആവണം. അങ്ങനെ തന്നെ എനിക്ക് എന്ത് ചെയ്യാം, ഇതിവിടെ എനേബിൾ ചെയ്യാം. ഓക്കെ, അതല്ലാതെ നമ്മൾക്ക് അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ നീഡ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഏത് ഇവൻ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് എനേബിൾ ആയി. കണ്ടോ, ആരെങ്കിലും നമ്മുടെ റെപ്പോ ഫോർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ മെറ്റ ഇവിടെ താഴോട്ട് വന്ന് കണ്ടോ, പുൾ റിക്വസ്റ്റ് റിവ്യൂ കമൻസ്, പുൾ റിക്വസ്റ്റ് റിവ്യൂസ്, പുഷസ്, അതായത് ആരെങ്കിലും പുഷ് ചെയ്ത് കഴിഞ്ഞാൽ, ആരെങ്കിലും പുൾ റിക്വസ്റ്റ് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിവിജ്വലായിട്ട് ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് സെലക്ട് നമ്മുടെ ഇവൻറ്റിൽ എനേബിൾ ചെയ്യുന്നത് പോസിബിളാണ്. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുഷ് ഇവൻറ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് എനേബിൾ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സെലക്റ്റഡ് ആയിട്ട് ഒരുപാട് ഇൻഡിവിജ്വൽ ഇവൻറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ഇവൻറ്റുകൾ ഇവിടെ അവൈലബിൾ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഒരു പേലോഡ് URL കൊടുത്തു, സീക്രട്ട് വേണ്ട നമ്മുടെ SSL ഡിസേബിൾ ചെയ്തു, ഇവൻറ്റും സെലക്ട് ചെയ്തു. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഇവിടെ താഴെ വന്ന് ആഡ് വെബ് ഹൂക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആഡ് വെബ് ഹൂക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഗ്രീൻ ടിക്ക് വരണം, പുൾ റിക്വസ്റ്റ് ആൻഡ് പുഷ്. ഇതിൽ വന്നു കഴിഞ്ഞാൽ റീസെൻറ്റ് ഡെലിവറീസ് ഓക്കെ പിങ് എല്ലാം ഓക്കെയാണ്, സക്സസ് ആയിട്ടുണ്ട്. വെബ് ഹൂക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, നമ്മുടെ കണ്ടോ ഇവിടെ ഒരു ഗ്രീൻ ടിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ വെബ് ഹൂക്ക് കണക്ഷൻ അവിടെ പ്രോപ്പർ ആയതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എററോ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റെഡ് കളറിലൊരു സിമ്പിളായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വെബ് ഹൂക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പിങ് നമ്മുടെ ജെങ്കിൻസിലോട്ട് പ്രോപ്പറായിട്ട് പിങ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യും, നമ്മുടെ റീസെൻറ്റ് ഡെലിവറീസിൽ വന്നു കഴിഞ്ഞാൽ പിങ് കാണാം. കണ്ടോ, അപ്പോൾ ഇവിടെ എല്ലാം ഓക്കെയാണ്, പിങ് എല്ലാം എന്തായിട്ടുണ്ട്, പ്രോപ്പറായിട്ട് അവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ റെപ്പോസിറ്ററിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാം. നമ്മളുടെ വെബ് ഹൂക്ക് പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ ഇവിടെ ജസ്റ്റ് നോക്കണേ, 11 ബിൽഡ് ഇവിടെ നമ്മൾ ഓൾറെഡി 11 ബിൽഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് ഒരു ബിൽഡ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്യാം അല്ലേ. പക്ഷെ അതിന് പകരം ഞാൻ എന്താ ചെയ്യുന്നത്, മാനുവലി ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മളുടെ റെപ്പോസിറ്ററിലോട്ട് നമ്മുടെ ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പുതിയൊരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ചേഞ്ച് ഞാനിവിടെ ഡയറക്റ്റായിട്ട് നമ്മുടെ ഗിറ്റിൽ വരുത്തുകയാണ്, ഞാൻ പുഷ് ചെയ്യുന്നില്ല. ഓക്കെ, ട്രാവൽ നമ്മളുടെ സ്റ്റാറ്റിക് ഹോം. ഓക്കെ, ഹോമിൽ വന്നു കഴിഞ്ഞാൽ മോഡൽസ്, ഹോമിലാണ്ട് നമ്മൾ ടെംപ്ലേറ്റ്സിൽ വരാം. ടെംപ്ലേറ്റ്സിൽ about.html ഉണ്ട്. ഓക്കെ, about.html, base.html, ഇവിടെ ടൂറിസം. ഓക്കെ, ടൂറിസം എന്നുള്ളടത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഫയൽ ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പുതിയൊരു ചേഞ്ച് ആണല്ലേ, ഞാനിവിടെ അവിടെ എന്ത് മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും അതെന്താണ്, പുതിയൊരു ചേഞ്ച്. ഞാനിവിടെ ടൂറിസം ആപ്പ് എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ചെറിയൊരു മൈനർ ചേഞ്ചാണ് കൊണ്ടുവരുന്നത്. ഞാൻ എന്ത് ചെയ്തു, അത് കമ്മിറ്റ് ചെയ്തു. ഓക്കെ, കമ്മിറ്റ് മീൻസ് ശേഷം പുഷ് ചെയ്ത പോലെ നമ്മളുടെ റെപ്പോസിറ്ററിയിൽ എന്ത് ചെയ്തു, ചെറിയൊരു ചേഞ്ച് സംഭവിച്ചു അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, പയ്യെ നമ്മളുടെ ജെങ്കിൻസിൽ വന്ന് നോക്കാം. ജെങ്കിൻസിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഒരു ബിൽഡ് ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മൾ മാനുവലി ബിൽഡ് ചെയ്തതല്ല, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുകയാണ്. കണ്ടോ, ഇവിടെ നമ്മുടെ ലോഗ്സ് എടുത്ത് നോക്കിയാൽ സക്സസ് ആണ്. കണ്ടോ, ഈ സ്റ്റേജ് എന്തായിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. നമ്മളുടെ ഇവിടെ പുഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പുഷും കൂടെ സക്സസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കണ്ടോ പ്രോപ്പറായിട്ട് നമ്മുടെ അപ്ലിക്കേഷൻ ഇപ്പോൾ എന്ത് ചെയ്തു, ഡിപ്ലോയ് ചെയ്തു. നമുക്ക് നമ്മുടെ ഏജൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ഡോക്കർ PS. ഓക്കെ, നമ്മുടെ ജാങ്കോ ബാക്ക് എൻഡ് എന്ന് പറയുന്ന നമ്മുടെ അപ്ലിക്കേഷൻ എന്തായിട്ടുണ്ട്, ആസ് ഓഫ് നോ റണ്ണിങ് ആണ്. നമ്മൾ എന്ത് ചെയ്തു, പ്രോപ്പറായിട്ട് ഡിപ്ലോയ് ചെയ്തു അല്ലേ.
നമുക്ക് ഇനി അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. 8000-ൽ നമുക്ക് എന്ത് കിട്ടണം കേട്ടോ, ടൂറിസം ആപ്പ്. നമ്മുടെ അപ്ലിക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്തു, പുതിയൊരു ചേഞ്ച് കൊണ്ടുവന്നു. ഇവിടെ അബൌട്ട് പേജ് എടുത്തു കഴിഞ്ഞാലും കണ്ടോ, എല്ലായിടത്തും എന്തുണ്ടായിരിക്കും, ടൂറിസം ആപ്പ് എന്ന് നമ്മൾ എന്ത് ചെയ്തു, ചെറിയൊരു ചേഞ്ച്. ഇത് നമ്മളിപ്പോൾ ഇവിടെ ഒരു ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി ഏറ്റവും ചെറിയൊരു ചേഞ്ചാണ് കൊണ്ടുവന്നത്. ശരിക്കും നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം, ഒരു ഫീച്ചർ ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരുപാട് കാര്യങ്ങളാവാം, പുതിയൊരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്നതോ എന്തോ ആവട്ടെ, എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ റെപ്പോസിറ്ററിയിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ബിൽഡ് എന്താവും, ഇവിടെ ട്രിഗർ ആവും. ഓക്കെ, ഇനി ഞാൻ നമ്മളുടെ റെപ്പോസിറ്ററിയിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, നമ്മുടെ ബിൽഡ് ട്രിഗർ ആവും. ഇപ്പോൾ കണ്ടോ 12ാമത്തെ ബിൽഡ് എടുത്തു. ഇനി നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ വീണ്ടും ഓട്ടോമാറ്റിക് നമ്മുടെ വെബ് ഹൂക്ക് വഴി എന്താവും, നമ്മുടെ ട്രിഗർ ചെയ്യും, പൈപ്പ് ലൈന് പുതിയ ബിൽഡ് എടുക്കും, ആ ചേഞ്ചസ് എന്ത് ചെയ്യും, ഡിപ്ലോയ് ചെയ്യും. ഓക്കെ, അപ്പോൾ വെബ് ഹൂക്ക് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, വെബ് ഹൂക്ക്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, യൂസർ മാനേജ്മെൻറ്റ്. യൂസർ മാനേജ്മെൻറ്റിന് മുന്നേ റെസ്റ്റ് APIയും കൂടെ ഞാൻ പറയാം. ഓക്കെ, റെസ്റ്റ് API നമ്മളുടെ HTTP നമുക്കറിയാം. HTTP അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർ ദ ബ്രൗസർ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് HTTP, അല്ലാന്നുണ്ടെങ്കിൽ HTTPS. ഓക്കെ, അപ്പോൾ ഈ HTTPയിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ പുട്ട് എന്ന് പറയും, പുട്ട് മെത്തേഡ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഗെറ്റ് മെത്തേഡ് ഉണ്ട്, ഡിലീറ്റ് മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഡിലീറ്റ് മെത്തേഡ്, അപ്ഡേറ്റ് മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇത്തരം മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ പൈപ്പ് ലൈനെ നമുക്ക് ട്രിഗർ ചെയ്യുന്നത് പോസിബിളാണ്. ഇപ്പോൾ നമ്മളിവിടെ ട്രിഗർ ചെയ്തത് എന്തുപയോഗിച്ചിട്ടാണ്, ഗിറ്റ്ഹബിലെ വെബ് ഹൂക്ക് എന്ന് പറയുന്ന ഈ ഒരു സർവീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മളുടെ ബിൽഡ് ട്രിഗർ ചെയ്തത്. പക്ഷേ പലപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഡെവലപ്പേഴ്സിന് എല്ലാവർക്കും നമ്മളുടെ എന്താ പറയുക, ജെങ്കിൻസിൻ്റെ ഡാഷ്ബോർഡിലോട്ട് എല്ലാവർക്കും ആക്സസിബിൾ ആവണമെന്നില്ല. ചിലർക്ക് മാത്രമേ അതിനുള്ള ഓതറൈസേഷനും കാര്യങ്ങളും പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ. അവർക്ക് മേ ബി ഇത് ആക്സസ് ചെയ്യാനുള്ള ഒരു റോളോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡിൽ കയറി ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ആരും കൊടുക്കണമെന്നില്ല. അപ്പോൾ ഇവരിത് പ്രോഗ്രാം സൈഡിൽ നിന്ന്, അതായത് പ്രോഗ്രാമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇത്തരം ബിൽഡ് ട്രിഗർ ചെയ്യുന്നത് പോസിബിളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യണം, ഇത് നമ്മളുടെ ഏജൻറ്റ് അല്ലേ, ഏജൻ്റാണ്. ഇവിടുന്ന് ഞാൻ നമ്മളുടെ ബിൽഡ് ട്രിഗർ ചെയ്യാണ്. അതായത് ഇപ്പോൾ ഒരു ഡെവലപ്പറിന് നമ്മളുടെ ജെങ്കിൻസിലോട്ട് ആക്സസ് ഇല്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം സൈഡിൽ എന്തെങ്കിലും എഴുതുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്ക്രിപ്റ്റ് റൺ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ പൈപ്പ് ലൈൻ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ഇത്തരം മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഗെറ്റ് മെത്തേഡോ അല്ലാണ്ട് പുട്ട് മെത്തേഡൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേൾ പോസ്റ്റ് മെത്തേഡാണ്. ഓക്കെ, അതിന് മുന്നേ കേൾ എക്സ് പോസ്റ്റ് മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ യൂസർ നെയിം, ഓക്കെ യൂസർ നെയിം, അതുപോലെ ഒരു API ടോക്കണും എന്ത് ചെയ്യണം, നമുക്കിവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡെവലപ്പേഴ്സിനൊക്കെ നമ്മൾ നോർമലി നമ്മുടെ യൂസർ നെയിമും പാസ്വേഡിന് പകരം യൂസർ നെയിമും അവരുടെ ഒരു API ടോക്കണൊക്കെ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു API ടോക്കൺ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം അപ്പിയറൻസ്, മൈ വ്യൂ, സെക്യൂരിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ പൈപ്പ് ലൈൻ ടോക്കൺ, ഓൾറെഡി ഒരു ടോക്കൺ ഉണ്ട്, ഞാൻ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആഡ് ന്യൂ ടോക്കൺ കാണാം, API ടോക്കണിൻ്റെ അണ്ടറിൽ ആഡ് ന്യൂ ടോക്കൺ, ഞാൻ ആഡ് ന്യൂവിൽ കൊടുത്തു. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ടോക്കൺ ഒരു നെയിം കൊടുക്കാം, ഡെമോ ടോക്കൺ എന്ന് കൊടുക്കാം. ഡെമോ ടോക്കൺ ഞാനിവിടെ ജനറേറ്റ് കൊടുക്കുന്നുണ്ട്. ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ടോക്കണ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതെന്ത് ചെയ്യണം, ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് എവിടെയെങ്കിലും നമുക്ക് അതിലും ഫയലിലെവിടെയെങ്കിലും കീപ്പ് ചെയ്ത് വെക്കാം. ബിക്കോസ് വൺസ് ഇത് ഇവിടെ നമ്മൾ സേവ് ചെയ്ത് കളഞ്ഞ് സേവ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോക്കൺ പിന്നീട് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. ഈ ഒരു ഇൻ്റർഫേസിൽ ഡാഷ്ബോർഡ് നമുക്ക് കാണണമെന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് അത് കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ സേവ് കൊടുത്തു. നമുക്ക് നമ്മളുടെ യൂസർ നെയിം എന്ത് ചെയ്യണം, നമ്മുടെ കമാൻഡ് ലൈനിൽ വരാം. API ടോക്കൺ അല്ല നമ്മൾ പറഞ്ഞത്, യൂസർ നെയിമിൻ്റെ അവിടെ ഞാൻ എന്ത് കൊടുക്കണം, നമ്മുടെ ജെങ്കിൻസിൻ്റെ യൂസർ നെയിം. ഓക്കെ, പകരം നെക്സ്റ്റ് ഞാൻ എന്ത് കൊടുക്കണം, നമ്മുടെ ടോക്കൺ ഞാൻ എന്ത് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ടോക്കൺ. ഇനി ഞാൻ ഇവിടെ കൊടുക്കേണ്ടത് നമ്മുടെ ജെങ്കിൻസിൻ്റെ URL. ഓക്കെ, ജെങ്കിൻസിൻ്റെ URL ഞാൻ കോപ്പി ചെയ്തു. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പറഞ്ഞു കൊടുത്തു. ഓക്കെ, HTTP അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യണം, 80/job
കേൾ പോസ്റ്റ് യൂസർ നെയിം നമുക്ക് എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. അഡ്മിൻ കൂടെ നമുക്ക് എന്തും കൂടെ പറഞ്ഞു കൊടുക്കണം, നമ്മളുടെ ടോക്കൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ജെങ്കിൻസിൻ്റെ URL. ഓക്കെ, ജെങ്കിൻസിൻ്റെ URL ഞാൻ മെൻഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം, ജോബ്. ഓക്കെ, ജോബിൻ്റെ പേര് കൊടുക്കണം. ഞാനൊരു സ്ലാഷ് ഇട്ടിട്ട് ജോബ് എന്ന് മെൻഷൻ ചെയ്ത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ടെസ്റ്റ് ജോബ് ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് ടെസ്റ്റ് ജോബ് എന്ത് ചെയ്യാം, ട്രിഗർ ചെയ്യാം. ഇതുപോലെ നമ്മുടെ പോസ്റ്റ് മെത്തേഡൊക്കെ യൂസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ 7 ട്രിഗർ ഇവിടെ ഓൾറെഡി ഉണ്ടല്ലേ. നമുക്ക് 8ാമത്തെ ഒരു ട്രിഗറിങ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം. എന്തുണ്ട്, ടെസ്റ്റ് ജോബ്. നമ്മുടെ ജോബിൻ്റെ പേര് ടെസ്റ്റ് ജോബ്. T ക്യാപിറ്റലാണ്, അതുപോലെ J ക്യാപിറ്റലാണ്. ഓക്കെ, ടെസ്റ്റ് ജോബ് പറഞ്ഞു കൊടുത്തു. സ്ലാഷ് എന്ത് ചെയ്യണം, ബിൽഡ് എന്ന് കൊടുത്തു. ഞാനിവിടെ എൻ്റർ അടിച്ചു. HTML ജെട്ടി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നോക്കാം. മെറ്റാ ഇക്വിറ്റി 401 അൺഓതറൈസ്ഡ് ടൈറ്റിൽ TTP എറർ 401 അൺഓതറൈസ്ഡ്. ഇവിടെ അൺഓതറൈസ്ഡ് എന്ന് വരാൻ കാരണം അഡ്മിൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാണ് ഇവിടെ പേസ്റ്റ് ചെയ്തത്. അതിന് പകരം നമുക്ക് ടോക്കൺ ആണ് കൊടുക്കേണ്ടത് അല്ലേ. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ബൈ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ടോക്കൺ കൊടുക്കണം. പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ടോക്കൺ കൊടുത്തു, ജസ്റ്റ് എൻ്റർ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എറർ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മളവിടെ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടോ, 8ാമത്തെ ബിൽഡ് ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കണ്ടോ, അതെന്തായി, സക്സസ് ആയി. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു തവണയും കൂടെ ഞാനത് റൺ ചെയ്തു. നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. കണ്ടോ, 9ാമത്തെ ബിൽഡ് എന്ത് ചെയ്യുന്നത് അവിടെ നടക്കുന്നത്. ഇത് നമ്മൾ റസ്റ്റ് API യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ജെങ്കിൻസുമായിട്ട് ഈ ഒരു ബിൽഡ് എടുക്കാൻ വേണ്ടി അല്ലാണ്ട് പൈപ്പ് ലൈൻ നമ്മൾ ട്രിഗർ ചെയ്യുന്നത്. മുന്നേ നമ്മൾ എന്താ ചെയ്തിരുന്നത്, ഗിറ്റ്ഹബിൻ്റെ വെബ് ഹൂക്ക് വഴിയാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മളുടെ ബിൽഡ് അല്ലാണ്ട് നമ്മുടെ പൈപ്പ് ലൈന് നമ്മൾ ട്രിഗർ ചെയ്യാൻ ട്രൈ ചെയ്തത് അല്ല. ഇനി നമുക്ക് ഏതെങ്കിലും ഞാനിത് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ പോസ്റ്റ് മെത്തേഡ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ജെങ്കിൻസിൽ ഇതുപോലുള്ള എന്തെങ്കിലും ആക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പകരം ഞാൻ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗെറ്റ് മെത്തേഡിൽ നമുക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫെച്ച് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ജോബ്, ഇവിടെ 9ാമത്തെ ബിൽഡ്. ഓക്കെ, 9 കൊടുക്കുന്നുണ്ട്. LS അടിച്ച് കഴിഞ്ഞാൽ വർക്ക് സ്പേസ് കാഷസ് remote.jar നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടെസ്റ്റ് ജോബ് നമുക്കിവിടെ API കോൾ ചെയ്തിട്ട് ഒരു JSON ഫോർമാറ്റിലോട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽസിൽ കൊടുക്കാം. കണ്ടോ, അതായത് ആ ഒരു പൈപ്പ് ലൈനിൻ്റെ എൻ്റർ കാര്യങ്ങൾ നമുക്കൊരു JSON ഫോർമാറ്റിലോട്ട് കാര്യങ്ങൾ നമുക്ക് ഫെച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഈ JSON ഫോർമാറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫയലിലോട്ടാക്കാം. output.json എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. output.json LS അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ, LS അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ output.json എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. cat output.json നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു JSON ഫോർമാറ്റിലെ ഇൻഫർമേഷൻസ് ഒരു JSON ഫയലോട്ടാക്കി. കണ്ടോ, ഇവിടെ ഫുൾ നെയിം ടെസ്റ്റ് ജോബ് എന്ന് കാണിക്കുന്നുണ്ട്, നെയിം ടെസ്റ്റ് ജോബ്, അതിൻ്റെ URL കാര്യങ്ങൾ, ആ ഒരു പൈപ്പ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഡീറ്റെയിൽസ് ഇൻഫർമേഷൻസൊക്കെ നമുക്ക് എന്ത് കിട്ടും, ഒരു JSON ഫോർമാറ്റിലോട്ട് എടുക്കുന്നതും പോസിബിൾ. അപ്പോൾ ഇതുപോലെ ഡെവലപ്പേഴ്സിനും എന്ത് ചെയ്യാം, റിമോട്ട്ലി നമ്മുടെ ജെങ്കിൻസ് മെഷീനുമായിട്ട് ഒരു ബിൽഡ് ട്രിഗർ ചെയ്യാനും അല്ലാതെ ഏതെങ്കിലും ഒരു ബിൽഡിലെ പ്രോപ്പർ ഇൻഫർമേഷൻ അതിൻ്റെ കൺസോൾ ഔട്ട്പുട്ടൊക്കെ ഫെച്ച് ചെയ്തെടുക്കുന്നതൊക്കെ പോസിബിളാണ്. ഓക്കെ, ഇവിടെ എനിക്ക് തോന്നുന്നു പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഔട്ട്പുട്ട് ജോബ് ടെസ്റ്റ്. ഇവിടെ നമ്മൾക്ക് നമ്മളുടെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ബിൽഡ് നമ്പർ കൊടുക്കാം. ഒരു സ്ലാഷ് ഇട്ട് കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യാം, ഒരു ബിൽഡ് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും പോസിബിൾ ആവേണ്ടതാണ്. കാണിച്ചു തരാം, ജസ്റ്റ് കോപ്പി ചെയ്യുന്നുണ്ട്. സ്ക്രീനിൽ നമ്മുടെ ഈ ഒരു ടെർമിനൽ ഷെല്ലിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, JSON
ടെസ്റ്റ് ജോബ് API. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുക, നമുക്ക് ഒരു 8 എന്ന് കൊടുക്കാം. അതായത് 8 ബിൽഡിൻ്റെ ഇൻഫോർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, കാറ്റ് ഔട്ട്പുട്ട് ഡോട്ട് JSON വന്ന് കണ്ടോ, ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു കണ്ടോ ടെസ്റ്റ് ജോബ് 8 ബിൽറ്റ് ഇൻ ചേഞ്ചസ്, ആ ഒരു സ്പെസിഫിക് ബിൽഡ്, അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ 8ാമത് നടന്ന ബിൽഡിലെ ഇൻഫോർമേഷൻസ് അതിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്തു നമ്മൾ JSON ഫോർമാറ്റിലോട്ട് ഫെച്ച് ചെയ്ത് കൊണ്ടുവന്നു. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ്മാൻ ഒക്കെ അറിയാം അല്ലേ, അതായത് ബാക്ക് ആൻഡ് ഡെവലപ്പേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന നമ്മളുടെ API ടെസ്റ്റിംഗ് ടൂള് പോസ്റ്റ്മാൻ. ഈ പോസ്റ്റ്മാൻ നമുക്ക് എന്താണ് വെബിൽ അവൈലബിൾ ആണ്. web.postman.co ഉണ്ടായിരിക്കും. വെബിൽ നമുക്ക് എന്താണ് പോസ്റ്റ്മാൻ അവൈലബിൾ. അവിടെ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്താണ് വെബിൽ ആക്സസ് ചെയ്യണേ, ഇമെയിൽ അക്കൗണ്ടുമായിട്ട് എന്ത് ചെയ്തു പോസ്റ്റ്മാനിലോട്ട് സൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സൈനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ്മാൻ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമ്മളുടെ ബിൽഡ് കാര്യങ്ങളൊക്കെ ട്രിഗർ ചെയ്യുന്നത് പോസിബിളാണ്. ഇങ്ങനെയും നമ്മളുടെ ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ കാര്യങ്ങൾ ട്രിഗർ ചെയ്യാറുണ്ട്. നെയിം ഞാനിവിടെ ബാഷിദ് എന്ന് കൊടുക്കുന്നുണ്ട്. DevOps എഞ്ചിനീയർ കണ്ടിന്യൂ. ഓക്കെ, ഇത് പോസ്റ്റ്മാൻ ഞാൻ വെബിൽ ആക്സസ് ചെയ്തതാണ്. പോസ്റ്റ്മാൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ബ്ലാങ്ക് കളക്ഷന് ജെങ്കിൻസ് തന്നെ പേര് കൊടുക്കാം. ഓക്കെ, ജെങ്കിൻസ്. ഇതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് കണ്ടോ, ഇവിടെ ഗെറ്റ് ആണോ പോസ്റ്റ് ആണോ, അപ്പോൾ ഞാനിവിടെ പോസ്റ്റ് മെത്തേഡ് കൊടുക്കുകയാണ്. എനിക്കിവിടെ എന്ത് ചെയ്യാം, നമ്മുടെ URL ജസ്റ്റ് കോപ്പി ചെയ്ത് കൊടുക്കാം. URL കൊടുക്കുക മീൻസ് നമ്മളുടെ URL ഞാനിവിടെ പറഞ്ഞു കൊടുത്തു. പോസ്റ്റ്മാനിൽ വന്ന് ഞാനിവിടെ URL കൊടുത്തു. നമുക്ക് എന്താണ് ജോബാണല്ലേ, ജോബ് ടെസ്റ്റ് ജോബ് അല്ലേ, ടെസ്റ്റ് ജോബ് നമുക്ക് എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം. അതിനുള്ള URL ഞാൻ കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് പാരാമീറ്റർ ഓതറൈസേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും ബേസിക് ഓത്ത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഒരു ഓതറൈസേഷൻ മെത്തേഡ്. ഇവിടെ ഞാൻ എന്ത് കൊടുത്തു, നമ്മുടെ ജെങ്കിൻസിൻ്റെ യൂസർ നെയിം, പാസ്വേഡിൻ്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം, നമ്മുടെ കീ കൊടുക്കണം അല്ലേ, നമ്മുടെ ടോക്കൺ, നമ്മൾ മുന്നേ ജനറേറ്റ് ചെയ്ത ടോക്കൺ ഞാനിവിടെ കോപ്പി ചെയ്ത് വെച്ചായിരുന്നു. ഞാൻ അതെന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ്മാൻ്റെ അകത്ത് ഇവിടെ ഞാൻ ജസ്റ്റ് കൊടുത്തു. സേവ് ചെയ്യാം, ജെങ്കിൻസ് സേവ് കൊടുത്തു. ഓക്കെ, നമ്മളുടെ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് സേവ് ചെയ്തു. പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ പ്രോപ്പർ ലിങ്ക് URL കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം, നമ്മളുടെ പൈപ്പ് ലൈന് ട്രിഗർ ആവുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. ടെസ്റ്റിൻ്റെ കണ്ടോ 10ാമതുള്ള ബിൽഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഏത് വഴിയാണ് ട്രിഗർ ചെയ്തത്, നമ്മൾ പോസ്റ്റ്മാൻ വഴി. ഇനി ഞാനിവിടെ സെൻഡ് കണ്ടോ 201 ക്രിയേറ്റഡ് സക്സസ് ആയതിൻ്റെ ആ ഒരു 201 കോഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. വീണ്ടും ഞാൻ സെൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, നമ്മളുടെ ജെങ്കിൻസിൻ്റെ അകത്ത് 11ാമത്തെ ബിൽഡ് അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജെങ്കിൻസിലുള്ള നമ്മളുടെ പൈപ്പ് ലൈന് ട്രിഗർ ചെയ്യുന്നത് പോസിബിളാണ്. ഓക്കെ, നമ്മളിപ്പോൾ ടെർമിനലിൽ നിന്ന് ഷെല്ലിൽ നിന്ന് എങ്ങനെ ട്രിഗർ ചെയ്യാമെന്ന് നോക്കി, ഗിറ്റ്ഹബിൽ നിന്ന് വെബ്ഹൂക്ക് വഴി എങ്ങനെ ട്രിഗർ ചെയ്യാമെന്ന് നോക്കി. ഇതുപോലെ പോസ്റ്റ്മാൻ ഇത്തരം ടൂളുകളൊക്കെ യൂസ് ചെയ്തിട്ടും നമുക്ക് ട്രിഗർ ചെയ്യുന്നത് പോസിബിളാണ്, നമ്മുടെ യൂസർ നെയിമും ഒരു API ടോക്കണും ഉപയോഗിച്ചിട്ട്. അപ്പോൾ API ടോക്കണൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കി. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ യൂസർ മാനേജ്മെൻ്റ് ആണ്. യൂസർ മാനേജ്മെൻറ്റ്. അപ്പോൾ റസ്റ്റ് API നമ്മൾ എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് പോസ്റ്റ് മെത്തേഡും ഗെറ്റ് മെത്തേഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, യൂസർ മാനേജ്മെൻറ്റ്. നമുക്ക് എങ്ങനെ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ യൂസർ മാനേജ്മെൻറ്റ് എങ്ങനെ പ്രോപ്പറായിട്ട് റോള് കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതായത് RBAC എന്നൊക്കെ നമ്മൾ പറയും, RBAC റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ, അല്ലാന്നുണ്ടെങ്കിൽ റോൾ ബേസ്ഡ് ഓതറൈസേഷൻ സ്ട്രാറ്റജി അങ്ങനെയൊക്കെ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഈ ഒരു ജെങ്കിൻസ് അല്ലേ, ഇതിൽ നമ്മളുടെ യൂസർ ആരാണ്, അഡ്മിൻ എന്നുള്ള ഒരു യൂസറാണ്. ഈ യൂസറിന് ഇപ്പോൾ ഫുൾ പ്രിവിലേജ് ആണ് അല്ലേ, അതായത് നമ്മുടെ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും നമ്മുടെ പൈപ്പ് ലൈന് വേണമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് എന്ത് ചെയ്യാം, റൺ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം, എന്തും ചെയ്യാം, ഫുൾ ആക്സസ് ആണ്. പക്ഷേ ഇതൊരു ബെസ്റ്റ് പ്രാക്ടീസ് അല്ല. അതായത് നമ്മളുടെ ഓർഗനൈസേഷനിൽ എപ്പോഴും മേ ബി എല്ലാവർക്കും ഇതിലോട്ടുള്ള ആക്സസ് കിട്ടണമെന്നില്ല. ഓരോ യൂസറിനും അല്ലാന്നുണ്ടെങ്കിൽ മേ ബി ഡെവലപ്പേഴ്സിന് മറ്റൊരു രീതിയിലുള്ള പെർമിഷൻസ് ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ഡെവലപ്പേഴ്സിന് വേറെ രീതിയിലായിരിക്കും. ഇങ്ങനെയൊക്കെ ഡിഫറൻസുകൾ വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ
പുതിയൊരു യൂസറിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ആ യൂസറിന് സ്പെസിഫിക് ആയിട്ടുള്ള പെർമിഷൻസ് ഒക്കെ നമുക്ക് എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അതായത് നമ്മൾ എന്ത് ചെയ്യും, AWS ഒക്കെ നമ്മൾ നോക്കുന്ന ടൈമിൽ IAM എന്താണ് യൂസറിനൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു അല്ലേ. അതായത് ഏറ്റവും ലീസ്റ്റ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. സെയിം വേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, AWSലല്ല ജെങ്കിൻസിൻ്റെ അകത്ത് നമ്മുടെ മാനേജ് ജെങ്കിൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ പ്ലഗിൻസിൽ ഒരുപാട് പ്ലഗിൻസ് ഇപ്പോൾ എന്തായിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതെല്ലാം എനിക്ക് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്തിട്ട് ഇവിടെ അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആവും. പക്ഷെ അതിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. താഴോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ യൂസേഴ്സ്, ഓക്കെ യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് എന്ത് ചെയ്യണം, യൂസേഴ്സ് ഞാനൊന്ന് കാണിച്ചു തരാം. യൂസേഴ്സിൽ കണ്ടോ, ഇപ്പോൾ ആസ് ഓഫ് നോ അഡ്മിൻ എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു ജെങ്കിൻസിൻ്റെ യൂസറാണുള്ളത് അല്ലേ. അപ്പോൾ ഇനി എനിക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ പുതിയ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. അതിന് മുന്നേ നമുക്കൊരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മുടെ പ്ലഗിൻസിൽ വന്നു കഴിഞ്ഞാൽ അവൈലബിൾ പ്ലഗിൻസ്, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, RBACക്ക് വേണ്ടിയിട്ട് കണ്ടോ റോളിന് അടിച്ചപ്പോൾ തന്നെ റോൾ ബേസ്ഡ് ഓതറൈസേഷൻ സ്ട്രാറ്റജി, ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്ലഗിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇൻസ്റ്റാളേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഫീച്ചർ നമുക്ക് നമ്മളുടെ ഡാഷ്ബോർഡിൽ ഇനി കാണാൻ പറ്റും. ഓക്കെ ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് റീസ്റ്റാർട്ടായി വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയും. ഓക്കെ ജെങ്കിൻസ് ഈസ് റീസ്റ്റാർട്ടിങ്. സേഫ് റീസ്റ്റാർട്ട് ബിൽഡ് ഓൺ ഏജൻറ്റ്. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിൻ എന്ന് പറയുന്ന ഒരു യൂസറായിട്ട് ലോഗിൻ ചെയ്യുന്നുണ്ട്. സൈൻ ഇൻ. ഇനി മാനേജ് ജെങ്കിൻസിൽ വന്നു കഴിഞ്ഞാൽ മുന്നേ നമ്മൾ യൂസേഴ്സ് കണ്ടായിരുന്നു അല്ലേ, ക്രെഡൻഷ്യൽ പ്രൊവൈഡേഴ്സ്, യൂസേഴ്സ്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ റീലോഡ് കോൺഫിഗറേഷൻ ഫ്രം ഡിസ്ക്. ഓക്കെ യൂസേഴ്സിൻ്റെ അകത്ത് ഇവിടെ ഞാൻ ക്രിയേറ്റ് യൂസർ കൊടുക്കുന്നുണ്ട്. ക്രിയേറ്റ് യൂസറിൻ്റെ മുന്നേ നമ്മളുടെ ആ ഒരു പ്ലഗിന്, ഓക്കെ പ്ലഗിനിൽ വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾഡ് പ്ലഗിൻ റോൾ ബേസ്ഡ് ഓതറൈസേഷൻ സ്ട്രാറ്റജി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, തൽക്കാലം അപ്ഡേറ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ restart Jenkins when installation is complete and no jobs are running. Download successfully will be activated during the next boot. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എറർ എല്ലാം അവിടെ ഫിക്സ് ആകും. ടീം മാനേജർ, ഓക്കെ അതെന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യാനുള്ളതും നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ തൽക്കാലം അപ്ഡേറ്റ് ചെയ്യാം. യൂസർ നെയിം കൊടുക്കുന്നുണ്ട്, പാസ്വേഡ്, യൂസർ നെയിം പാസ്വേഡ്. വീണ്ടും ലോഗിൻ ചെയ്തു. മാനേജ് ജെങ്കിൻസിൽ വന്നു കഴിഞ്ഞാൽ സിസ്റ്റം ടൂൾസ്, നോട്ട്സ്, അപ്പിയറൻസ്, ക്ലൗഡ്സ്, ക്രെഡൻഷ്യൽസ്, യൂസേഴ്സ്, ക്രെഡൻഷ്യൽ പ്രൊവൈഡർ, മാനേജ് ഓൾഡ് ഡാറ്റ, റീലോഡ് കോൺഫിഗറേഷൻ, ജെങ്കിൻസ് CLI, സ്ക്രിപ്റ്റ് കൺസോൾ, യൂസർ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു യൂസർ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് യൂസർ എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ ടെസ്റ്റ് യൂസർ, അതായത് നമ്മളിങ്ങനെ യൂസറൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളുടെ കമ്പനിയിൽ അല്ലാണ്ട് നമ്മുടെ ടീമിലോട്ട് പുതിയൊരു ഡെവോപ്സ് എഞ്ചിനീയറോ അല്ലാണ്ട് പുതിയൊരു ഡെവലപ്പറോ വന്ന്, അപ്പോൾ ശരിക്കും അവർക്ക് നമ്മളുടെ അഡ്മിൻ ക്രെഡൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇതുപോലെ ഫുൾ ആക്സസ് ആയിരിക്കും അല്ലേ. അപ്പോൾ മേ ബി എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റിൽ അവർ ഏതെങ്കിലും ഒരു പൈപ്പ് ലൈന് ജസ്റ്റ് റൺ ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ ഡിലീറ്റായി പോയി, അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ അവർക്ക് എന്താ കൊടുക്കുക, എപ്പോഴും ലീസ്റ്റ് പ്രിവിലേജ്, ഇതുപോലെ ഡിലീറ്റ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്യാനുള്ള പെർമിഷനൊന്നും നമ്മൾ ഇനീഷ്യൽ ടൈമിൽ കൊടുക്കില്ല. നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ജസ്റ്റ് അവർക്ക് റീഡ് പെർമിഷൻ എല്ലാതും ജസ്റ്റ് ലിസ്റ്റ് ചെയ്യാൻ അല്ലാണ്ട് വ്യൂ ചെയ്യാനുള്ള പെർമിഷനൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. പാസ്വേഡും കൊടുക്കാം. കൺഫേം പാസ്വേഡ്, പാസ്വേഡ് കൊടുത്തു. ക്രിയേറ്റ് യൂസർ, ഇവിടെ ഒരു ഇമെയിൽ ID കൊടുക്കണം, ABC ക്രിയേറ്റ് യൂസർ. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് യൂസറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ്, അതുപോലെ അക്കൗണ്ട് അപ്പിയറൻസ്, പ്രിഫറൻസ്, സെക്യൂരിറ്റി, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ചെയ്യുന്നത് വീണ്ടും ഡാഷ്ബോർഡിലോട്ട് പോകുന്നുണ്ട്. മാനേജ് ജെങ്കിൻസിൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചറിൽ, ഈ ഒരു സർവീസിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ കാണാം
ഒതൻറ്റിക്കേഷൻ ഡിസേബിൾ കീപ് മീ സൈനഡ് ഇൻ കണ്ടോ. ഓതറൈസേഷൻ്റെ ഇവിടെ നമുക്ക് ഇനി ഈ ഡ്രോപ്പ് ഡൗണിൽ വന്നു കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും, റോൾ ബേസ്ഡ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇത് നമ്മൾ ആ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് വന്നതാണ്. ഓക്കെ, റോൾ ബേസ്ഡ് ഓതറൈസേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഇവിടെ കാണണമെന്നില്ല. ഞാൻ അത് സെലക്ട് ചെയ്തു, റോൾ ബേസ്ഡ് സ്ട്രാറ്റജി. നെക്സ്റ്റ് ഞാനിവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സെക്യൂരിറ്റിയിൽ ആ ഒരു ഓതറൈസേഷൻ സ്ട്രാറ്റജി സെലക്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ പുതിയ ഒരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ടല്ലേ, മാനേജ് ആൻഡ് അസൈൻ റോൾ. ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ മാനേജ് ആൻഡ് അസൈൻ റോളിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ അഡ്മിൻ എന്ന് പറയുന്ന ആ ഒരു യൂസർ ഇവിടെ ഓൾറെഡി ഉണ്ട് അല്ലേ. അപ്പോൾ അഡ്മിൻ്റെ പ്രിവിലേജ് കണ്ടോ, ഓവറോൾ അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് ഉണ്ട്. അതായത് ഓവറോൾ എല്ലാ കാര്യങ്ങൾക്കും എന്താണ്, ഫുൾ ആക്സസ് ആണ് പുള്ളിക്ക്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അസൈൻ റോള്, പുതിയൊരു റോൾ അസൈൻ ചെയ്യണം. ഇവിടെ ആഡ് യൂസർ, ഒതൻറ്റിക്കേഷൻ യൂസേഴ്സ്, മാനേജ് റോൾസ്. ഓക്കെ, ഇവിടെ റോൾ ടു ആഡ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു റീഡ് എന്ന് പറയുന്ന ഒരു റോൾ ആഡ് ചെയ്യാം. റീഡ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കണ്ടോ ഇവിടെ റീഡ് എന്ന് പറയുന്ന ഒരു റോൾ നമ്മൾ ആഡ് ചെയ്തു. ഇതിന് നമുക്ക് എന്തൊക്കെ പെർമിഷൻ കൊടുക്കാൻ നോക്കാം. ഓവറോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റീഡ് പെർമിഷൻ കൊടുക്കാം. ക്രിഡൻഷ്യൽ എല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വ്യൂവർ പെർമിഷൻ, ഏജൻറ്റ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒരു വ്യൂവർ അല്ലാണ്ട് റീഡ് പെർമിഷൻ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഡിസ്കവർ ഡിലീറ്റ് ചെയ്യാനോ ക്രിയേറ്റ് ചെയ്യാനോ കോൺഫിഗർ ചെയ്യാനോ ക്യാൻസൽ ബിൽഡ് ഇതിനുള്ള പെർമിഷൻ ഒന്നും കൊടുക്കുന്നില്ല. ഓവറോൾ പുള്ളിക്കാരന് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാതും റീഡ് ചെയ്യാനും വ്യൂ ചെയ്യാനുള്ള ഒരു പെർമിഷൻ കൊടുത്ത്. ഓക്കെ, താഴോട്ട് വന്നാൽ റോൾ പാറ്റേൺ, റോൾ ടു ആഡ്, പാറ്റേൺ, പെർമിഷൻ, ഏജൻറ്റ് റോൾസ് നമുക്ക് വേണ്ട. ഞാൻ എന്ത് ചെയ്യുന്നു, സേവ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അസൈൻ റോൾസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ആഡ് യൂസറിൽ നമ്മുടെ യൂസറിനെ ആഡ് ചെയ്യണം. ടെസ്റ്റ് യൂസർ. ഓക്കെ, ടെസ്റ്റ് യൂസർ നമ്മൾ എന്താ കൊടുക്കുന്നത്, റീഡ് ചെയ്യാനുള്ള നമ്മളുടെ ആ ഒരു പെർമിഷൻ. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഒരു റോള് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ റോള് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ യൂസറിന് ജസ്റ്റ് ഞാൻ ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കണം. ഇവിടെ സേവ് കൊടുത്ത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഞാൻ ഇവിടുന്ന് ലോഗ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലോഗ് ഔട്ട് ചെയ്തിട്ട് ഞാൻ ടെസ്റ്റ് യൂസറായിട്ട് ലോഗിൻ ചെയ്യാം. ടെസ്റ്റ് യൂസർ നെയിം കൊടുത്തു, അതിൻ്റെ പാസ്വേഡ് ഞാൻ കൊടുത്തു. ഓക്കെ, ലോഗിൻ ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കണ്ടോ ടെസ്റ്റ് യൂസറായിട്ടാണ്. അപ്പോൾ ഇവിടെ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് കാണുന്നില്ല, നമ്മളുടെ പൈപ്പ് ലൈന് കാര്യങ്ങളൊന്നും ഇവിടെ അവൈലബിൾ അല്ല അല്ലേ. അതായത് നമുക്കത് വ്യൂ ചെയ്യാനുള്ള പെർമിഷൻ നമ്മളവിടെ കൊടുക്കാത്തതുകൊണ്ടാണ്. നമുക്ക് ആ ഒരു ഓവറോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം. അഡ്മിൻ, ഞാനിപ്പോൾ അഡ്മിനായിട്ടാണ് കയറുന്നത്. മാനേജ് ജെങ്കിൻസിൽ വന്നു. നമ്മളുടെ മാനേജ് ആൻഡ് അസൈൻ റോള് ഇവിടെ റോളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബിൽഡ്, വ്യൂ, അപ്ലോഡ്, ഡിലീറ്റ്, ക്രിയേറ്റ്, ഏജൻറ്റ്, ഡിസ്കണക്റ്റ്, പ്രൊവിഷന്, ബിൽഡ്, കോൺഫിഗർ, ക്രിയേറ്റ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ ജോബ്സ് റീഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാം. അതുപോലെ വേറെ എന്ത് കൊടുക്കാം, ഇവിടെ നമ്മുടെ വ്യൂ, സ്റ്റേജ് വ്യൂ റീഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാം. എല്ലാതും ഞാൻ എന്ത് കൊടുക്കുന്നുള്ളൂ, വ്യൂ ചെയ്യാനുള്ള, അല്ലാണ്ട് റീഡ് പെർമിഷൻസ് മാത്രം കൊടുക്കുന്നുള്ളൂ. ഡിലീറ്റ് ചെയ്യാനോ അല്ലാണ്ട് അഡ്മിനിസ്ട്രേറ്റർ ആക്സസോ റോളോ ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് സേവ് ചെയ്തു. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ലോഗ് ഔട്ട് ചെയ്തു. നമ്മുടെ ടെസ്റ്റ് യൂസറായിട്ട് വീണ്ടും ലോഗിൻ ചെയ്യാം. യൂസർ പാസ്വേഡ് ഞാൻ കൊടുത്തു. ഓക്കെ, കേട്ടോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ജോബെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ഒരു ഡാഷ്ബോർഡിൽ ഫസ്റ്റത്തെ ഹോം പേജിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ മറ്റ് ബട്ടൺ ഇല്ല. അതായത് ബിൽഡ് ചെയ്യാനുള്ള കണ്ടിന്യൂസ് ഡെലിവറിക്കുള്ള ആ ഒരു ബട്ടൺ ഇവിടെ അവൈലബിൾ അല്ല. ഏതെങ്കിലും ഒരു ജോബിൻ്റെ അകത്ത് കയറിയാലും നമുക്ക് ബിൽഡ് ചെയ്യാനുള്ള എത്ര ബിൽഡ് എടുത്തു കാര്യങ്ങളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൺസോൾ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. കണ്ടോ, കൺസോൾ ഔട്ട്പുട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ ഒരു നമ്മളുടെ ജോബ് ഇവിടെ കണ്ടോ കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ അത് റീനെയിം ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പുതിയ ബിൽഡ്, അതായത് 11 ബിൽഡ് ഇവിടെ ഉണ്ട്, 12th ബിൽഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷന് കാര്യങ്ങളൊന്നും നമുക്ക് നമ്മളുടെ ഡാഷ്ബോർഡില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് പ്രോപ്പറായിട്ട് റോള് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നല്ല രീതിയിൽ അസൈൻ ചെയ്യുന്നതും പോസിബിളാണ്. അപ്പോൾ ഈ ഒരു യൂസർ മാനേജ്മെൻറ്റും നമ്മുടെ ജെങ്കിൻസിൻ്റെ ഡാഷ്ബോർഡിൽ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളത് എന്ത് ചെയ്തു, നമ്മളിപ്പോൾ ജസ്റ്റ് കവർ ചെയ്തു അല്ലേ. യൂസർ മാനേജ്മെൻറ്റ് കവർ ചെയ്തു,
റെസ്റ്റ് API, വെബ് ഹൂക്ക്, ക്രെഡൻഷ്യൽ മാനേജ്മെൻറ്റ്, ജെങ്കിൻസ് ഏജൻറ്റ്, പൈപ്പ് ലൈന് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു നോക്കിയതാണ്. ഇനി ഈ പൈപ്പ് ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പൈപ്പ് ലൈന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് യൂസർ ഞാനിവിടെ ജസ്റ്റ് ലോഗ് ഔട്ട് ചെയ്യുന്നുണ്ട്. അഡ്മിൻ യൂസറായിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ലോഗിൻ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് CI/CD ഇതിൻ്റെ പൈപ്പ് ലൈന് കോൺഫിഗറിൽ വന്നു കഴിഞ്ഞാൽ കോൺഫിഗർ നമുക്ക് എല്ലാ ഓപ്ഷനും അഡ്മിന് എല്ലാ ഓപ്ഷനും അവൈലബിൾ ആണ്. ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റർ പൈപ്പ് ലൈൻ ഇവിടെ ഉണ്ടല്ലേ, ഞാൻ എന്ത് ചെയ്തു, ഈ പൈപ്പ് ലൈൻ ഇവിടുന്ന് കോപ്പി ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടോ പൈപ്പ് ലൈൻ സ്ക്രിപ്റ്റ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇവിടെ നമ്മുടെ ജെങ്കിൻസിൻ്റെ അകത്ത് തന്നെ പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം, പൈപ്പ് ലൈൻ സ്ക്രിപ്റ്റ് ഫ്രം SCM, അതായത് നമ്മുടെ പൈപ്പ് ലൈൻ സ്ക്രിപ്റ്റ് നമ്മുടെ SCM-ലാണ്. SCM മീൻസ് സോഴ്സ് കോഡ് മാനേജ്മെൻറ്റ്. നമ്മുടെ റെപ്പോസിറ്ററി എവിടെയാണ്, റെപ്പോസിറ്ററിയിലാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ SCM പ്ലാറ്റ്ഫോം നമ്മുടെ ഗിറ്റ് എന്നുണ്ടെങ്കിൽ ഗിറ്റ് മെൻഷൻ ചെയ്യണം. ഗിറ്റിൻ്റെ റെപ്പോസിറ്ററി ഞാൻ എന്ത് ചെയ്യണം, ഗിറ്റിൻ്റെ റെപ്പോസിറ്ററി ഞാൻ ഇവിടെ ജസ്റ്റ് ക്ലോൺ ചെയ്യുന്നുണ്ട്. ഗിറ്റിൻ്റെ റെപ്പോസിറ്ററി ഞാനിവിടെ കൊടുത്തു. ഗിറ്റിൻ്റെ ക്രിഡൻഷ്യൽ, അതായത് ഗിറ്റിൻ്റെ യൂസർ നെയിമും ഒരു ടോക്കണും ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ക്രിഡൻഷ്യൽ ഞാനിവിടെ ആഡ് ചെയ്യണം. ഓക്കെ, അതുപോലെ അതിൻ്റെ ബ്രാഞ്ച് ഞാനിവിടെ പറഞ്ഞു കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. സേവ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ റെപ്പോസിറ്ററിയിൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ക്രിയേറ്റ് ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജെങ്കിൻസ് ഫയൽ എന്ന് പേര് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ പൈപ്പ് ലൈന് ഞാൻ നമ്മുടെ റെപ്പോസിറ്ററിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇടുന്നത് പോസിബിളാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ പൈപ്പ് ലൈൻ മാനേജ് ചെയ്യാം. പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. പൈപ്പ് ലൈന് ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ പൈപ്പ് ലൈൻ സ്ക്രിപ്റ്റ് ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് നമ്മുടെ പൈപ്പ് ലൈൻ പറഞ്ഞു കൊടുക്കാം, നോ ഇഷ്യൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ റെപ്പോസിറ്ററിയിൽ കീപ്പ് ചെയ്യാം. കൂടുതലും നമ്മൾ റെപ്പോസിറ്ററിയിലാണ് നമ്മുടെ പൈപ്പ് ലൈനൊക്കെ കീപ്പ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ പൈപ്പ് ലൈന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പൈപ്പ് ലൈൻ സ്ക്രിപ്റ്റ് ഫ്രം SCM എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മുടെ ഗിറ്റ് ഹബ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. നമ്മൾ ഡോക്കർ ഹബ് എങ്ങനെയാണോ ആഡ് ചെയ്തത് അതുപോലെ ക്രിഡൻഷ്യൽ എന്ത് ചെയ്യാൻ പറ്റും, ഗിറ്റ് ഹബിൻ്റെ യൂസർ നെയിമും ഒരു ടോക്കണും ക്രിയേറ്റ് ചെയ്തിട്ട് ക്രിഡൻഷ്യൽ ആഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, ജെങ്കിൻസ് ഫയൽ എന്നുള്ള പാത്ത് കണ്ടോ, ഈ ജെങ്കിൻസ് ഫയൽ ഇവിടെ എന്ത് ചെയ്യണം, ഗിറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗിറ്റിൻ്റെ റെപ്പോസിറ്ററി കൊടുക്കുക, ക്രിഡൻഷ്യൽ ഇവിടെ ആഡ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ബ്രാഞ്ചിൻ്റെ നെയിം ഇവിടെ കൊടുക്കുക, അത്രേ ഉള്ളൂ. താഴെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജെങ്കിൻസ് ഫയൽ കാണാം. സെയിം പേര് തന്നെ ആയിരിക്കണം നമ്മളുടെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിനും. കണ്ടോ, ജെങ്കിൻസ് ഫയൽ എന്ന് തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്യും, ഡിറ്റക്റ്റ് ചെയ്യും. നമ്മുടെ പൈപ്പ് ലൈൻ റെപ്പോസിറ്ററിയിൽ നിന്ന് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മുടെ പൈപ്പ് ലൈൻ അവിടെ റൺ ആവും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പൈപ്പ് ലൈന് മാനേജ് ചെയ്യുന്നത് പോസിബിളാണ്. ഇതെന്ത് ചെയ്യുക, ഒരു എക്സ്ട്രാ ടാസ്ക് ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതായത് നമ്മുടെ റെപ്പോസിറ്ററിയിൽ എന്ത് ചെയ്യുക, ജെങ്കിൻസ് ഫയൽ എന്ന പേരിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് എൻ്റയർ പൈപ്പ് ലൈൻ അവിടെ കീപ്പ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് വേണ്ട പ്രോപ്പർ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒരു തവണ ബിൽഡ് എടുത്ത് നോക്കുക, പ്രോപ്പറായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ജെങ്കിൻസ് ഫയലിൽ എഴുതിയ പൈപ്പ് ലൈൻ അനുസരിച്ച് ബിൽഡ് ചെയ്യുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ.